നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമാണ്. ഇന്ന് കഴിഞ്ഞ വർഷം മുതൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ ജൂൺ 21 എല്ലാ വർഷവും യോഗാ ദിനമായി ആചരിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. യോഗാ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറും ഹോളിസ്റ്റിക് വിഭാഗം മേധാവിയുമായിരുന്ന ഡോക്ടർ ജയറസ് പി കെ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ ഇന്ന് യോഗാ ദിനമായിട്ട് ആചരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ജൂൺ 21 മുതൽ യോഗാ ദിനം ആചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. യോഗയെക്കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. യോഗയുടെ ഒരു പ്രാധാന്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കിത് തുടങ്ങാൻ തോന്നുന്നു, അല്ലേ? യോഗ ഭാരതീയ തത്വചിന്തകളിൽ ഉടലെടുത്ത ഒരു ശാസ്ത്രമാണ്. ശാസ്ത്രീയമായ തെളിവുകൾ ഉള്ള ഒരു മാർഗമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണ്. ഇത്തരുണത്തിൽ യുണൈറ്റഡ് നേഷൻസ് ഇതിനെ ഒരു യോഗ ദിനമായിട്ട് പ്രഖ്യാപിച്ചത് തന്നെ ഒരു വളരെ നല്ല കാര്യമാണ്. ഡോക്ടർ, ഇപ്പോൾ യോഗ എന്ന് പറയുമ്പോൾ പലർക്കും സംശയം എന്താണെന്ന് വെച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇപ്പം നമുക്ക് ശാരീരികമായും മാനസികമായിട്ടുള്ള ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ പുതുതലമുറയിൽ കൂടി വരുന്നുവെന്നും കണക്കുകളുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യോഗ എങ്ങനെയാണ് പ്രയോജനപ്രദമാകുന്നത് എന്നൊരു സംശയം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗത്തിൽ വർക്ക് ചെയ്യായിരുന്നു. മെഡിസിൻ്റെ MD ഉണ്ട്, സൈക്യാട്രി ഡിഗ്രി ഉണ്ട്. പക്ഷേ ഞാൻ ഓരോ രോഗങ്ങൾക്കും മരുന്ന് എഴുതുന്ന ഒരു സ്വഭാവമാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ ഡോക്ടർമാർക്കും ഉള്ളത്. ഒരാൾ തലവേദനയായിട്ടോ തലച്ചുറ്റായിട്ടോ വരുന്നു, BP നോക്കും, BP കൂടുതലുണ്ടെങ്കിൽ മരുന്നെഴുതും. ഒരാൾ ക്ഷീണമെന്ന് പറഞ്ഞ് വരുന്നു, അല്ലെങ്കിൽ മൂത്രം കൂടുതലൊഴിക്കുന്നു എന്ന് പറഞ്ഞ് വരുന്നു, ബ്ലഡ് ഷുഗർ നോക്കും, ഷുഗർ കൂടുതലുണ്ടെങ്കിൽ മരുന്നെഴുതും. അതേപോലെ ശ്വാസം മുട്ടുണ്ടെങ്കിൽ ഹാർട്ടാണോ അല്ലെങ്കിൽ ആസ്മയാണോ അത് കണ്ടുപിടിക്കാനുള്ള നൂതന മാർഗങ്ങളുണ്ട്. അതിൻ്റെ പരിശോധന നടത്തും. അതിൻ്റെ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് മരുന്നെടുത്ത് തുടങ്ങും. അത് നല്ല കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഒരാൾ ഉറക്കമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തിനുള്ള മരുന്നെഴുതും, അല്ലെങ്കിൽ ഡിപ്രഷൻ അതിനുള്ള മരുന്നെഴുതും. പക്ഷെ ഞാൻ എന്തുകൊണ്ട് യോഗ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ആധുനിക വൈദ്യശാസ്ത്രം ഇത്ര പുരോഗമിച്ചിട്ടുകൂടി ഏതെങ്കിലും ഒരു രോഗം നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒറ്റ മറുപടിയേ ഉള്ളൂ, ഇല്ല. രോഗം നിയന്ത്രിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഓരോ വർഷം തോറും എല്ലാ രോഗങ്ങളും കൂടിക്കൊണ്ടേ പോകുന്നു. സമയപരിധി കൊണ്ട് ഞാൻ അതിൻ്റെ കണക്കുകൾ പറയുന്നില്ല. നമ്മുടെ ഈ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുന്നു. വിദ്യാസമ്പന്നരുടെ ദൈവങ്ങളുടെ നാടായ കേരളം. ഇങ്ങനെ പോവുകയാണെങ്കിൽ കേരളം ഒരു പഞ്ചാര രോഗിയുടെ ആയി മാറും. അതേപോലെ തന്നെ രക്തസമ്മർദ്ദം. ഒരു കാലത്ത് ഞാനൊക്കെ മെഡിസിൻ പഠിക്കുന്ന സമയത്തും ചെറുപ്പകാലത്തൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളത് 50 വയസ്സ് കഴിഞ്ഞിട്ട് കണ്ടിരുന്ന ആ രോഗം കൂടിക്കൊണ്ടു പോകുന്നു. അതേപോലെ തന്നെ ചെറുപ്പക്കാർക്ക് പോലും ഇത് കണ്ടുവരുന്നു. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. തൈറോയിഡിന് പിന്നെ ഏതെല്ലാം യോഗ ചെയ്യേണ്ടത്? തൈറോയിഡിൻ്റെ അതിനായിട്ട് മാത്രം ഒരു പാക്കേജ് ഇല്ല. തൈറോയിഡ് എന്ന് പറഞ്ഞാൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്. ഏതാണ്? കുറഞ്ഞതാണ്. അപ്പോൾ അതിന് ചില ആഹാര നിയന്ത്രണങ്ങളുണ്ട്. അതിൻ്റേതായ പാക്കേജ് ഇതേപോലുള്ള ഒരു പ്രോഗ്രാമിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആദ്യമായിട്ട് വ്യക്തിയുടെ കണ്ടതിന് ശേഷം മാത്രമാണ് അതിൻ്റെ പാക്കേജ് പറയുന്നത്. യോഗ എന്ന് പറയുന്നത് ഇന്നൊരു രോഗത്തിന് ഇങ്ങനെയല്ല, അതേപോലെ ഒരു വ്യക്തിയുടെ വ്യക്തിഗതമായ സാഹചര്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു അതുകൂടെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇന്നതൊക്കെ ചെയ്യുന്നത് നല്ലതാണെന്ന്. എന്തൊക്കെയാണ് ആഹാരത്തിൻ്റെ ഉള്ളത്? ആഹാരത്തിൽ പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളിൽപ്പെട്ട മരിച്ചീനി, ഉരുളക്കിഴങ്ങ് അത് അവോയ്ഡ് ചെയ്യണം. ചീര, കാബേജ് അതുപോലുള്ളത് അവോയ്ഡ് ചെയ്യണം. മുരിങ്ങയിലയും അവോയ്ഡ് ചെയ്യണം കഴിയുന്നത്. ഇപ്പോൾ ഡോക്ടർ, ഇപ്പം യോഗയെക്കുറിച്ച് തന്നെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ സ്ട്രെസ് റിലീഫ്, പുതുതലമുറയിൽ സ്ട്രെസ്സ് ഭയങ്കര കൂടുതലാണ്. കാരണം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ IT വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുമ്പോൾ, മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് തന്നെ സ്ട്രെസ് ഒരു കാരണമാകുന്നുണ്ട് പലപ്പോഴും. സ്ട്രെസ് ഒഴിവാക്കാൻ യോഗ എങ്ങനെയാണ് പ്രയോജനപ്രദമാകുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർവ്വരോഗങ്ങളും കൂടിക്കൊണ്ടു പോകുന്നു. അതിന് പല ഘടകങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാന ഘടകമാണ് സ്ട്രെസ്. അതുകൊണ്ടാണ് ഞാൻ സ്ട്രെസ് മാനേജ്മെൻറ്റിനും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത്. രോഗങ്ങൾ വന്നിട്ടല്ല ചികിത്സിക്കേണ്ടത്, രോഗം എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, രോഗം വരാതെ നോക്കും. അതിൻ്റെ ഘടകങ്ങളെ കണ്ടെത്തി അതിനൊരു പരിഹാരം കണ്ടെത്തുക. അതിലൊരു പ്രധാന ഘടകമാണ് സ്ട്രെസ് എന്ന വില്ലൻ.
അതൊരു സൈലൻറ്റ് കില്ലറാണ്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ യോഗയുടെ ഒരു പ്രാധാന്യം എന്താണ്? അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ സ്ട്രെസ് അഭിമുഖീകരിക്കേണ്ടി വരുന്നവർ എന്താണ് ചെയ്യേണ്ടത്? റെഗുലർ ബേസിൽ യോഗ ഒരു ടൈം വെച്ച് നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ രാവിലെ യോഗ ചെയ്തിട്ട് പോകും. ഇവിടുത്തെ ജീവിത അന്തരീക്ഷത്തിൽ ഓക്കുപ്പേഷണൽ സ്ട്രെസ് നിങ്ങൾ പറഞ്ഞ ആ അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് BP കൂടുന്ന ഒരവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ ശരീരം പ്രതികരിക്കാതെ അതിനെ ശാന്തനത്തിൽ നിർത്തുവാനായിട്ട് യോഗ സഹായിക്കും. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളിലേക്ക് പോവാം. ഹലോ ഹലോ, ഡോക്ടർ ലൈവാണ്, സംസാരിച്ചോളൂ. ഞാൻ ഭരതൻ ചാലക്കുടിന്ന്. ഷുഗറിന് എത്രത്തോളം യോഗ സാധ്യമാകുന്നുള്ള പ്രമേഹത്തിന് പ്രമേഹം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗം വന്നിട്ടല്ല ചികിത്സിക്കേണ്ടത്, രോഗം വരാതെയാണ് നോക്കിയാണ് വേണ്ടത്. റെഗുലർ യോഗ ചെയ്യുന്നവർക്ക് പ്രമേഹ സാധ്യത വളരെ കുറയും. അതൊന്ന്. രണ്ട്, രോഗം വന്നു കഴിഞ്ഞാലും നേരത്തെ ഏർലി ഡയബറ്റിസ് എന്ന് പറയും, ആ പീരീഡിൽ നമ്മൾ റെഗുലറായിട്ടുള്ള ചില പാക്കേജുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ മരുന്നുകളില്ലാതെ തന്നെ നമുക്ക് ഏർലി ഡയബറ്റിസിനെ നിയന്ത്രിക്കാൻ പറ്റും. മൂന്ന്, ഇനി മരുന്നുകളിലോട്ട് പോയാൽ തന്നെ ഇന്ന് നടക്കുന്നത് ആദ്യം കുറച്ചാലും ഗുളിക കൊടുക്കും, അതിൽ നിൽക്കാതെ ഡോസ് കൂട്ടി പിന്നെ അത് കഴിയുമ്പോൾ ഇൻസുലിൻ, അത് കഴിയുമ്പോൾ ഇൻസുലിൻ്റെയും ഡോസ് കൂട്ടി ഒരു ടൈപ്പ് ഇൻസുലിൻ നിൽക്കില്ലെങ്കിൽ വേറെ ടൈപ്പ് ഇൻസുലിൻ, അങ്ങനെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ രീതിയിൽ മരുന്നുകൾ കൂട്ടുന്നതും ഇൻസുലിൻ ഡോസ് കൂട്ടുന്നതും പ്രിവെൻറ്റീവായിട്ട് ഒരു കൺട്രോളിന് വേണ്ടി മിനിമം ഡോസ് മരുന്നും അതിൻ്റെ കൂടെ യോഗയും ചെയ്ത് നമുക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻ, കാരണം പ്രമേഹം അല്ല പ്രശ്നം, അതിനേക്കാളും പ്രശ്നം അതുണ്ടാക്കുന്ന കോംപ്ലിക്കേഷനാണ്. ഉദാഹരണമായിട്ട് ഹൃദ്രോഗം, കിഡ്നി ഡിസീസ് മുതൽ ന്യൂറോപ്പതി, സ്ട്രോക്ക്, ഇത് ഒത്തിരി കോംപ്ലിക്കേഷൻസ് അതുണ്ടാക്കാത്ത വേറൊരു കണ്ണ് മുതൽ എല്ലായിടവും ഉണ്ടാക്കും. ഇത്തരം കോംപ്ലിക്കേഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യുവാനായിട്ട് യോഗ റെഗുലറായിട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഡോക്ടർ, മറ്റൊരു കാര്യം, പുതുതലമുറയിലെ ഈ അമിതമായ ദേഷ്യം, അക്രമവാസനകൾ ഇതൊക്കെ കൂടി വരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇതും ഈ സമ്മർദ്ദം കൂടുന്നതിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ അതിന് യോഗ എത്രത്തോളം സഹായകമാകും? യോഗ എന്ന് പറഞ്ഞാൽ വെറും ആസനങ്ങളെന്നോ അതല്ലെങ്കിൽ കൈയും കാലും എടുക്കുന്നോ അങ്ങനെയെന്ന് പലരും ചിന്തിക്കുന്നത്. പക്ഷേ അഷ്ടാംഗ യോഗ എന്നുള്ളതിൽ യമ, നിയാമ, ആസന, പ്രാണായാമ, ധ്യാനം, അതുപോലെ പല 8 ഇതുണ്ട്, സ്റ്റെപ്സ് ഉണ്ട്. ഇതിൽ യോഗ വെറും ആസനങ്ങളോ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളെ മാറ്റിയിട്ട് ജീവിതശൈലി ആരോഗ്യകരമായ രീതിയിൽ മനുഷ്യത്വമായിട്ട് ലോകത്ത് ജനിച്ചു കഴിഞ്ഞാൽ മരണം വരെ ജീവിക്കാനുള്ള മാർഗങ്ങൾ യോഗ പ്രദാനം ചെയ്യുന്നു. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, എനിക്ക് തലനീരിറക്കെന്നാണ് പറഞ്ഞത്. ഈ തലേന്ന് ഇങ്ങോട്ട് ഷോൾഡറിന്റെ അവിടെ കളച്ചിറങ്ങാ കൈക്ക്. അത് മരുന്ന് കഴിച്ചിട്ടൊന്നും മാറുന്നില്ല. എക്സർസൈസ് ചെയ്യാനാ പറഞ്ഞത് ഡോക്ടർ. അത് ചെയ്തിട്ടും കുറവ് തോന്നണില്ല. അപ്പോൾ ഇവിടെയും ഈ പറഞ്ഞു കേട്ടത്തോളം മിനിമം ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു തരം ടെൻഷൻ ഹെഡേക്കാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് ഒരാളെ കാണാതെ ഈ ടെൻഷൻ ഹെഡേക്കാണോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ സൈനസൈറ്റിസ് കൊണ്ടോ അതുപോലെ പല കാരണങ്ങൾ കാണും. ഇതുപോലെ എൻ്റെ അടുത്ത് വരുന്ന നല്ലൊരു ശതമാനം സ്കാനും ഇതുമെല്ലാം ചെയ്തതിന് ശേഷം യോഗ പോലുള്ള റിലാക്സിങ്, അതിൽ പ്രാണായാമ പോലെ ചില ടെക്നിക്സ് ഉണ്ട്, റിലാക്സിങ് ആയിട്ടുള്ള യോഗ ഇതുപോലുള്ള ടെൻഷൻ ഹെഡേക്കിനൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ തലവേദന പലപ്പോഴും, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് കൂടുതലായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത്തരം ഈ സ്ഥിരമായ തലവേദനയ്ക്കൊക്കെ യോഗ ഏത് തരത്തിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്? എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ചെറിയ രീതിയിലുള്ളത് ഏതെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ മതിയോ, അതോ ഡോക്ടർ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ യോഗ പരിശീലനം വേണോ ഒരു പരിശീലകൻ്റെ കീഴിൽ പോയിട്ട്? ജീവിത വേദനകൾ പലർക്കും തലവേദനയായി മാറാറുണ്ട്. അതാണ് ഞങ്ങൾ പറയുന്ന ടെൻഷൻ ഹെഡേക്ക് ഇംഗ്ലീഷിൽ. റെഗുലറായിട്ട് യോഗ ചെയ്താൽ അത് ഒരു ടൈം വെച്ചിട്ട് രാവിലെയോ പറ്റുമെങ്കിൽ വൈകുന്നേരം കൂടെ ചെയ്യുകയാണെങ്കിൽ ജീവിതയാതനകളൊന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രക്ഷപ്പെടാൻ നമുക്ക് പറ്റിയില്ല. അത് നമുക്ക് ചിലപ്പോൾ കൂടെ തന്നെ കാണും. പക്ഷേ ഇതേപോലുള്ള തലവേദന പോലുള്ള ഓരോ ശല്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ട് ഒരുവിധം തട്ടിമുട്ടി ജീവിതം കൊണ്ടുപോകാൻ പറ്റും. ടെൻഷൻ ഹെഡേക്കിന് വളരെ യൂസ്ഫുള്ളാണ് യോഗ. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള.
ഡോക്ടറിലായി തുടരുന്നു. ഡോക്ടർ, യോഗയെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളും നിലവിലുണ്ടല്ലോ. ഏതെല്ലാം തരത്തിലുള്ള തെറ്റിദ്ധാരണകളാണുള്ളത്? അപ്പോൾ അവയ്ക്കൊക്കെ കൃത്യമായ മറുപടികളൊന്ന് പറയാമോ ഡോക്ടർ? ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ജേണലിലും ഒരു ബുക്കിലും പറയുന്നത്, പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനെ പോലും പഠിപ്പിക്കുന്ന ഒരു ബുക്കിൽ യോഗയെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: വി കനോട്ട് എസ്കേപ്പ് ഫ്രം ഡേ ടു ഡേ സ്ട്രെസ്സേഴ്സ് ഓഫ് ലൈഫ്, ബട്ട് യോഗ ആൻഡ് മെഡിറ്റേഷൻ മോഡുലേറ്റ് സ്ട്രെസ് വിത്തൗട്ട് ബ്രേക്കിംഗ് ഡൗൺ ടു ഡിസീസസ്. ദ ലോക്കസ് ഓഫ് കൺട്രോൾ ഈസ് കൺവെർട്ടഡ് ടു സെൽഫ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈനംദിന ജീവിത സമ്മർദ്ദത്തിൽ നിന്നും ജീവിത സംഘർഷങ്ങളിൽ നിന്നും മാനസിക നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ആ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് യോഗയും മെഡിറ്റേഷനും. മോഡുലേറ്റ് സ്ട്രെസ്, അത് നമ്മളെ രോഗഗ്രസ്തമാകാതെ സഹായിക്കും. നമ്മുടെ ആരോഗ്യം നമ്മളിൽ തന്നെ. ഡോക്ടർ, നമുക്കൊരു കോളുണ്ട്. ഹലോ, തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. മിനി എന്നാണ് എന്റെ പേര്. അതെ, എന്താണ് സംശയം? ചോദിച്ചോ. ഡോക്ടറെ, എനിക്ക് വെയിറ്റ് 19 കിലോ ഉണ്ട്. ഹൈറ്റ് അതനുസരിച്ചില്ല. അപ്പൊ വയറും കൂടുതൽ. അപ്പം യോഗ ഇതിന് എത്രമാത്രം യോഗ ചെയ്താൽ കുറയുമോ എന്നറിയാൻ വേണ്ടി. ശാസ്ത്രീയമായ തെളിവുകളുണ്ട്. നമുക്കറിയാം, ഒബിസിറ്റിക്ക് മരുന്നുകൾ കഴിച്ച് മരണപ്പെട്ട ആൾക്കാരെ പോലെ നിങ്ങൾ വായിച്ചിരിക്കും. മരുന്നില്ലാതെ തന്നെ യോഗ പോലുള്ള മാർഗങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ഒബിസിറ്റിക്ക് വളരെ യൂസ്ഫുള്ളാണ്. അത് മാത്രമല്ല, ഒബിസിറ്റി എന്ന് നമ്മളൊരു വാക്കം, അമിതവണ്ണം എന്ന് പറയുന്നത് ഒരു രോഗം മാത്രമല്ല, ഇതര രോഗങ്ങളോട്ട് നയിക്കുന്ന ഒന്നുകൂടെയാണ്. അതിൻ്റെ ഒരു പ്രകടിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് ആ രീതി യോഗ പോലുള്ള മാർഗങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ ഒബിസിറ്റിയും കുറയും, മറ്റ് രോഗങ്ങളോട്ട് നയിക്കുന്നതിന്. ഉദാഹരണത്തിന് ഡയബറ്റീസ്, ഫാറ്റി ലിവർ, അതേപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, അതുപോലെ പല രോഗങ്ങളുണ്ട്. ഡിസ്ലൈപ്പിഡീമിയ, കൊളസ്ട്രോൾ അതുപോലെ കൂടുന്നത്, അതുപോലെ പലതും ഒബിസിറ്റിയായിട്ട് ബന്ധമുണ്ട്. അതിനെ നിയന്ത്രിക്കുവാൻ യോഗ സഹായിക്കും. പലപ്പോഴും പുതുതലമുറയിലുള്ളവർ പറയുന്നത് ഇവർക്കിപ്പോൾ ഒന്നിനും സമയമില്ല. യോഗ രാവിലെ ചെയ്യണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വൈകിട്ട് സമയം നീക്കി വെക്കണം എന്ന് പറയുമ്പോൾ, എത്ര സമയം നീക്കി വെക്കണമെന്ന് അറിയുന്നില്ല. എത്ര കൂടുതൽ സമയം വേണ്ടിവരുമോ എന്ന ആശങ്ക. എങ്ങനെയാണ് ഡോക്ടർ ഒരു യോഗ പരിശീലനത്തിന് ഒരു ദിവസം നമ്മൾ എങ്ങനെ മാറ്റിവെക്കണം? ആരോഗ്യമാണ് സമ്പത്ത്. ആരോഗ്യം നിലനിർത്തിയിട്ടാണ് സമ്പത്തിലോട്ട് പോകേണ്ടത്. ആരോഗ്യം നശിപ്പിച്ച് സമ്പത്ത് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ആരോഗ്യം നിലനിർത്തുവാനായിട്ട് ഒരു സമയപരിധി കണ്ടെത്തി യോഗ രാവിലെയും പറ്റുമെങ്കിൽ വൈകുന്നേരം കൂടെ ചെയ്യുന്നത് വളരെ ഗുണപ്രദമാണ്. ആരോഗ്യം നിലനിർത്താൻ വളരെ സഹായകമാണ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, സംസാരിച്ചോളൂ ഡോക്ടറോട്. എനിക്ക് കൊളസ്ട്രോളിന്റെ പ്രശ്നമാണ്. സ്ഥിരം ഗുളിക കുടിക്കണ്ടേ, അത് യോഗയില് മാറുമോ ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാ. കൊളസ്ട്രോളിൻ്റെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രോഗത്തെ ചികിത്സിക്കുന്നതിനേക്കാളും രോഗം വരാതെ നോക്കണം. അവിടെ ഒന്ന്, ആഹാരക്രമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ യോഗയുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ അഷ്ടാംഗ യോഗയിൽ യമ അതിൽ പറയുകയുണ്ടായി. അതിലെ ആഹാരം, മിതാഹാരം എന്നൊരു വാക്ക് അതിലുണ്ട്. ജീവിതശൈലി ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് യോഗയിലെ അഷ്ടാംഗ യോഗയിലെ യമ. അതിൽ ആ മിതാഹാരത്തിൽ നേരത്തെ നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാനം ആഹാരത്തിലുള്ള നിയന്ത്രണമാണ്. കൊഴുപ്പ് കൂടിയത്, വറുത്തും പൊരിച്ചെടുക്കുന്നതും, ഇന്നത്തെ കാലത്ത് പപ്പടവും മറ്റ് സ്നാക്ക് ഫുഡ്സുകളും, അതേപോലെ ഉള്ള പിന്നെ വറുത്തെടുത്ത മട്ടൺ, ബീഫ്, അതുപോലുള്ള പല കാര്യം നടക്കുന്നവരുണ്ട്. എന്ത് കണ്ടാലും മദ്യത്തെ പോലെ തന്നെ കഴിച്ചാലേ സമാനമുള്ളൂ എന്നുള്ളവരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് കൊളസ്ട്രോൾ കൂടിക്കൊണ്ടുപോകും. അപ്പോൾ ആദ്യം വേണ്ടത് ആഹാര നിയന്ത്രണം. രണ്ടാമത് അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ടാണ് യോഗയുടെ ആസനങ്ങൾ വളരെ യൂസ്ഫുള്ളാണ്. അതും പല പഠനങ്ങളുണ്ട്. ഞാൻ മെഡിക്കൽ കോളേജിൽ ഇരിക്കുമ്പോൾ തന്നെ യോഗ റിലേറ്റഡ് ഈ കൊളസ്ട്രോൾ, BP, ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് 10 പഠനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ വളരെ ഗുണപ്രദമായിട്ട് ഉള്ള റിപ്പോർട്ടുകളാണ് അവസാനം ഞങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ യോഗയെക്കുറിച്ച് നമ്മൾ പറയും പല ആസനാസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ജീവിതശൈലിയുടെ ഒരു ഭാഗമായി മാറി പല അസുഖങ്ങളും, ഉദാഹരണത്തിന് പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയവ. അപ്പോൾ ഓരോ അസുഖങ്ങൾക്കും ഓരോ തരത്തിലാണോ യോഗ ചെയ്യേണ്ടത്? ആദ്യമായിട്ട് നമ്മൾ യോഗയുടെ ഒരു ബേസിക് കോഴ്സ് പോലെ നമ്മൾ കൊടുക്കും. ഒരു അവയർനെസ്സാണ് അതിന് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഓരോ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട്, ഉദാഹരണമായിട്ട് ഉത്കണ്ഠ ഉള്ളവർക്ക് ചില പാക്കേജ് കൊടുക്കും. കാരണം എല്ലാ യോഗ, ഉദാഹരണമായിട്ട് തന്നെ പല ഇത് മൊത്തം എടുത്തു കഴിഞ്ഞാൽ 84 ലക്ഷത്തിനടുപ്പിച്ച ആസനങ്ങളുണ്ട്.
അല്ലാതെ തന്നെ സ്റ്റാൻഡേർഡ് ലെവലിൽ നോക്കുമ്പോൾ 84 യോഗ മുറകളുണ്ട്. അതിൻ്റെ കൂടെ ബാക്കി എല്ലാം കൂടെ ധ്യാനവും ഒക്കെ കൂടെ വരുമ്പോൾ ഒരു ദിവസത്തിൽ നിൽക്കില്ല. അപ്പോൾ ഓരോ വ്യക്തിയുടെ ആവശ്യകത, ഉദാഹരണമായിട്ട് നേരത്തെ പറഞ്ഞു വണ്ണം, അമിതവണ്ണം, ഒബിസിറ്റി, അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചില പാക്കേജുകൾ. അതിൽ വേറൊരു വ്യക്തിക്ക് ചിലപ്പോൾ രക്തസമ്മർദ്ദമായിരിക്കും, അതിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള പാക്കേജുകൾ. അതല്ലെങ്കിൽ ആസ്മയായിരിക്കും പ്രധാന, അത് റെഗുലറായിട്ട്. അപ്പോൾ ആസ്മ വന്ന് വർഷം ചെയ്ത് മരുന്നുകൾ കൂടുതൽ കഴിച്ച് അങ്ങനെ ഗതികേട് വരാതെ ആസ്മയെ നിയന്ത്രിക്കുകയും ചെയ്യും. ഒരു മനസ്സിന് അതുപോലെ ഉത്കണ്ഠ ഉള്ള വ്യക്തികൾ കാണും, ഡിപ്രഷനുള്ള വ്യക്തി, ഉറക്ക പ്രശ്നങ്ങളുള്ളവർ കാണും. അതുപോലെ തന്നെ ജീവിതത്തിലെ ഓരോരുത്തർക്കും ഓരോ പൊതു പ്രശ്നങ്ങൾ കാണും. ആ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള യോഗമുറകളായിരിക്കും ഒരു ദിനചര്യ പോലെ എല്ലാ ദിവസവും ചെയ്യാൻ. മറ്റു ചിലത് ഈ അവധി ദിവസങ്ങൾ നോക്കി അഡീഷണലായിട്ട് ചെയ്യാം. ആ രീതിയിലുള്ളതായിരിക്കും കുറച്ച് ഗുണപ്രദം. ഡോക്ടർ, അതിരാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ യോഗ ചെയ്യണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഭക്ഷണം കഴിച്ചതിന് ശേഷം യോഗ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? ഭക്ഷണം കഴിച്ച ഉടനെ യോഗ ചെയ്യാൻ പാടില്ല. കാരണം നമ്മളെ ദഹനേന്ദ്രിയങ്ങളുടെ പ്രവർത്തനവും ഇതുമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അതിനെ കൂടെ നമുക്ക് നിയന്ത്രിച്ചതാണ് നമ്മുടെ ആസനങ്ങൾ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് തന്നെ യോഗ ചെയ്യണം. അഥവാ ആഹാരം കഴിച്ചു പോയി ഏതെങ്കിലും സാഹചര്യത്തിലെങ്കിൽ കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് യോഗ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണമുള്ളൂ. അല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. നിർബന്ധമായിട്ട് രാവിലെ കാപ്പി കുടിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യണം. ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞ് കാപ്പി കുടിക്കുക, അതായിരിക്കും ഐഡിയൽ. അതുപോലെ തന്നെ വൈകുന്നേരവും ആഹാരം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യണം. ആഹാരം കഴിച്ച ഉടനെ യോഗ ചെയ്തതുകൊണ്ട് വലിയ അഡ്വാൻറ്റേജ് ഇല്ല. ഇനി അഡ്വാൻറ്റേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നിനെ മുൻവിധിയോടല്ല പറയുന്നത്, എങ്കിൽ പഠനങ്ങൾ വേണം. ഇത് കഴിച്ചാലും കുഴപ്പമില്ല. ഇതുവരെ അങ്ങനെ ഒരു പഠനം വന്നിട്ടില്ല. ആഹാരം കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പല ആസനങ്ങളും പല പ്രാണായാമം തന്നെ പല എടുക്കുന്ന സമയം വയറ് ഫുള്ളായിരിക്കുമ്പോൾ അത് ശരിയാവില്ല. ഉറക്കമില്ലായ്മ ഇപ്പോൾ പലരുടെയും ഒരു പ്രശ്നമായും സാധാരണ കേൾക്കുന്ന ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. ഉറക്കമില്ലായ്മയ്ക്ക് ഈ യോഗ എത്രത്തോളം പ്രയോജനപ്രദമാണ്? ഏത് തരത്തിലുള്ള യോഗയാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ ശീലിക്കേണ്ടത്? അവിടെയും നമ്മൾ ഉറക്കത്തിനെയല്ല ചികിത്സിക്കുന്നത്, എന്തുകൊണ്ട് വന്നില്ല അതിൻ്റെ കാരണത്തെയാണ്. പലരും എൻ്റെ അടുത്ത് തന്നെ വരും, സാറേ ഉറക്കമില്ല സാറേ, ഉറക്ക ഗുളിക എഴുതി തരണം. അതല്ല, നമുക്ക് ഉറക്കം എന്തുകൊണ്ട് വരുന്നില്ല. ഓരോ വ്യക്തിക്കും ഉറക്കമില്ലായ്മയ്ക്ക് പല കാരണങ്ങൾ കാണും. അപ്പോൾ ആ കാരണത്തെയാണ് നമ്മൾ, അതിൻ്റെ ഒരു പ്രധാന വില്ലനാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രെസ്സ്. മാനസിക പിരിമുറുക്കം ഉറക്കമില്ലായ്മ ഉണ്ടാക്കും. അപ്പം നമ്മൾ മാനസിക പിരിമുറുക്കത്തിൻ്റെ കാരണത്തെ അനലൈസ് ചെയ്ത് അതിന് വേണ്ട മാർഗങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അവിടെ യോഗ ഈ പറഞ്ഞതുപോലെ പാക്കേജിൽ റിലാക്സിങ് യോഗാസ് ഉണ്ട്. റിലാക്സിങ് ആയിട്ടുള്ള യോഗ, മനസ്സിൻ്റെ റിലാക്സേഷൻ കിട്ടുന്ന, സ്ട്രെസ്സ് കൂടുന്നതനുസരിച്ച് ബ്രെയിനിലെ ഡോപ്പമിൻ ലെവൽ, അതുപോലെ സെറോട്ടോണിൻ ലെവൽ, അതിലൊക്കെ പല മാറ്റങ്ങൾ, പല കെമിക്കൽസിൽ. അതിന് നമ്മൾ ഉറക്ക ഗുളിക എടുത്ത് അതിനെ സപ്രസ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനെ മയക്കിടുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ആ രീതിയിലുള്ള ഒരു തെറ്റൽ ഉണ്ടായതിനെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യുവാനായിട്ടുള്ള യോഗമുറകൾ. അതിൽ റിലാക്സിങ് യോഗയിൽ വളരെ പ്രധാനപ്പെട്ടത് പ്രാണായാമങ്ങളിലാണ് പെട്ടതാണ്. അതേപോലെ യോഗ നിദ്ര എന്ന് പറഞ്ഞാൽ യോഗ ചെയ്ത് കിടന്ന് ഉറങ്ങാനല്ല, യോഗ ചെയ്ത ഉടനെ ഒരിക്കലും ഉറങ്ങാനും പാടില്ല. ഉറക്കത്തിനിടയിൽ വില്ലനാകുന്ന മറ്റൊരു പ്രശ്നമാണ് കൂർക്കം വലി, സ്ലീപ്പ് അപ്നിയൊക്കെ. അതിന് യോഗ എത്രത്തോളം പ്രയോജനം? അവിടെയും സ്ലീപ്പ് അപ്നയ്ക്കല്ല ചികിത്സിക്കേണ്ട സ്ലീപ്പ് അപ്നയുടെ കോസ്. അതിലൊന്നാണ് നേരത്തെ ആരോ ചോദിച്ചു, വലിയ കുടവണ്ടി വണ്ണം വയ്ക്കുന്ന അവസ്ഥ. അതും സ്ലീപ്പ് അപ്നിയയും ഈ കൂർക്കം വലിയുമായിട്ട് വളരെ ബന്ധമുണ്ട്. അതേപോലെ ചില ബ്രീത്തിങ് ഡിസോർഡേഴ്സും അതുപോലെ പല ഉറക്കത്തിലെ ചില മറ്റ് സ്ലീപ്പ് ഡിസോർഡേഴ്സ് പലതുമുണ്ട്. അതിന് യോജിച്ച പാക്കേജ് നമ്മൾ കൊടുക്കണം. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഞാൻ ന്യൂറോ ഫൈബ്രൻസ് വന്നൊരു പേഷ്യൻ്റ് ആണ്. അപ്പോൾ ഞാൻ 5 വർഷമായിട്ട് കിടത്താണ്, അതായത് അരക്ക് താഴോട്ട് ചലനശേഷി കുറവായിപ്പോയി. അപ്പം നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ യോഗ എങ്ങനെ എനിക്ക് ഉപകാരപ്രദമാകുമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. ഇതേപോലുള്ള ഒരു ടൈപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉദാഹരണം ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നു. ഇവിടെയും യോഗ ഞങ്ങൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഹാർട്ട് അറ്റാക്ക് വരാതെ നോക്കാനാണ്. പക്ഷേ ഒരു അക്യൂട്ട് സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ യോഗ അതിന് യൂസ്ഫുൾ അല്ല. പക്ഷേ അതിൻ്റെ അക്യൂട്ട് സ്റ്റേജിൻ്റെ മാനേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഹാർട്ടൊക്കെ സ്റ്റേബിളായതിന് ശേഷം ഫർദറായിട്ട്
എന്നുവെച്ചാൽ വീണ്ടും ഹാർട്ട് അറ്റാക്ക് വരാതെയും ഫർദർ വേഴ്സണിങ് വരാതെയും യോഗ യൂസ്ഫുള്ളാണ്. അതേപോലെ സ്തംഭിച്ച് കിടക്കുന്ന ഒരു വ്യക്തിയുടെ ആ സ്തംഭിത അവസ്ഥ മനസ്സിലാക്കാതെ ഏതൊക്കെ യൂസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ എന്നാലും ഈ പ്രാണായാമ പോലുള്ള ചില മാർഗങ്ങൾ കിടന്നുകൊണ്ടുപോലും ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റ് മാർഗങ്ങൾ, മറ്റുള്ള ആസനങ്ങളോ മറ്റ് പിന്നെ യോഗമുറകളോ പറയണമെങ്കിൽ ആളെ കാണാതെ പറയുന്നത് ശരിയാവില്ല. ചിലത് സപ്പോർട്ട് ചെയ്യായിരിക്കും, അല്ലാതെ കംപ്ലീറ്റ് സംഹിത മാറുമെന്നുള്ള ഗ്യാരണ്ടി. ഇതുപോലെ ചില ഇപ്പം യോഗയുടെ ഈ തെറ്റിദ്ധാരണകളെ പറ്റി പറഞ്ഞതുപോലെ വളരെ ചുരുക്കം ചിലരെങ്കിലും ആൾക്കാർ മുതലെടുക്കാൻ എല്ലാ രോഗങ്ങൾക്കും കംപ്ലീറ്റ് മാറ്റിയെടുക്കാമെന്നൊക്കെ പറയുന്നവരുണ്ട്. അതില്ല. ഇത് ഈ ഓരോ ചില രോഗങ്ങൾക്ക് കോംപ്ലിമെൻ്ററി എന്ന് പറയും. അത് കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റിനോട് കൂടെ കോംപ്ലിമെൻ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്ന ഒരു മാർഗ്ഗമാണ് യോഗ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കോംപ്ലിമെൻ്ററി ആയിട്ട് യോഗ ചെയ്യാം. ഡോക്ടർ, കുട്ടികളെ യോഗ പരിശീലിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത? വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു നോർമൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കുട്ടികളെ പഠിപ്പിച്ചെടുക്കണം. യോഗ പഠനത്തിനും ഏകാഗ്രത കിട്ടാനും നേരത്തെ പറഞ്ഞല്ലോ കുട്ടിയുടെ സ്വഭാവ വൈകല്യങ്ങൾക്കും സഹായിക്കാൻ ഒരു സെൽഫ് ഹെൽപ്പ് മെത്തേഡായിട്ട് അവരിലെത്തിക്കുന്നത് സ്കൂളിൽ നല്ലതാണ്. ഡോക്ടർ, ഇപ്പോൾ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ പ്രേക്ഷകരോടുള്ളൊരു സന്ദേശം എന്തായിരിക്കും ഡോക്ടർ? എനിക്കൊന്നേ പറയാനുള്ളൂ, ജനിച്ചു കഴിഞ്ഞു മരണം വരെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുക. മദ്യത്തിലും മയക്കുമരുന്നുകളിലും അടിമപ്പെടാതെ ജീവിക്കുക. ആത്മഹത്യ പോലുള്ള നെഗറ്റീവ് തിങ്കിങ് അവോയ്ഡ് ചെയ്തുകൊണ്ട് ലോക സമസ്തോ സുഖിനോ ഭവന്തു, യോഗ ചെയ്യൂ, സന്തോഷമായി ജീവിച്ചു മരണം വരെ. അതേ എനിക്ക് പറയാനുള്ളൂ. വളരെയധികം നന്ദി ഡോക്ടർ ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.